I love you, Ram. വിളികൾ കോർക്കും ഒരു നോട്ടം പോലും തഴുകിടും സ്നേഹമായി. I love you too, Sita. ഓർമ്മകളെ മായ്ച്ചു നമ്മൾ പുതിയ നാളെയെ തേടി. സീതാരാമ ഓ സീതാരാമ. Will you marry me? അച്ഛനെന്ന് നമ്മളെ ഓർമ്മയില്ലേ? അച്ഛൻ എവിടെയാണല്ലേ? പക്ഷേ എനിക്ക് സിഹിയോട് പെർമിഷൻ ചോദിക്കണം. അവൾ സമ്മതിച്ചാലേ കല്യാണം നടക്കൂ. സിഹി എന്നെ വേണ്ടെന്ന് പറയോ? ഒരിക്കലും ഇല്ല സീത. I will talk to Sihi that I want to marry you. I want to have a beautiful family with you and Sihi എന്ന്. അവള് പെർമിഷൻ തരുന്നത് വരെ ഞാൻ ഒരു തീരുമാനം എടുക്കില്ല. ആൻഡ് ഇക്കാര്യം ഞാൻ ആരോടും പറയില്ല. ഐ പ്രോമിസ്. സീത എന്തിനാ കരയുന്നത്? അറിയില്ല, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോവാ. ഈ കണ്ണിനെ ഒരിക്കലും നിറയാൻ പാടില്ല. I just want to see your happiness. സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനിൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനിൻ പ്രാണനിൽ. ഇനി മുഖം പുതുപൂവായി മനസാകയായി വിരിയുമ്പോൾ മഴവില്ല പൂക്കുമ്പോൾ ഹൃദയവാതിലോരമായി നീ. ആടിക്കണ്ണാളി ഭാർഗു, ആരാ ഇത്? ചാന്ദിനി എന്ന പേര്. നമ്മുടെ ദേശായി ഗ്രൂപ്പ്സില് മുന്നു ജോലി ചെയ്തിരുന്നു. ഹയർ സ്റ്റഡീസിന് വേണ്ടി ഒരു 3 വർഷം ബ്രേക്ക് എടുത്തതാ. നൗ ഷീ ജോയിൻ ബാക്ക്. ഓ, പഴയ പ്ലെയർ ആണല്ലേ? ബാറ്റ്സ്മാൻ ആണോ ബോളർ ആണോ? അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ആയിരിക്കും അല്ലേ? വെൽക്കം ബാക്ക് ടു ദേശായി ടീം. അല്ല, ദേശായി ഗ്രൂപ്പ്. താങ്ക്സ്. നൈസ് നൈസ് നൈസ്. മേമ, റാമിന്റെ ഇത്ര നേരമായിട്ടും വരാത്തെ? കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അവൻ വീട്ടിലുണ്ടാവുമെന്ന് കരുതിയാ വന്നേ. എനിക്കും അറിയില്ല. ചേച്ചി, റാം റൂമിലില്ല. റൂമിലില്ലേ? അപ്പോ വന്ന ജോലി നടക്കില്ലെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ? അപ്പൊ തന്നെയല്ലേ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എങ്ങോട്ടെങ്കിലും ഇറങ്ങിയതാവും. ഇപ്പൊ എത്തിക്കോളും. വെയിറ്റ് ചെയ്യ. ഓക്കെ മേമ. ബ്രദറേ, എനിക്കെന്തോ നിന്റെ മണവാട്ടി കാര്യങ്ങൾ ഓവറാക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. എവിടെയോ എന്തോ ഒരു തകരാറ് മണക്കുന്നുണ്ട്. അനിയ, ആ കുട്ടിയുടെ മുമ്പില് ഭാർഗു ഇത്രയും പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിലേ പാവം ആ കുട്ടിയോട് ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. വിക്കറ്റ് കീപ്പറുടെ തന്നെ വിക്കറ്റ് തെറിച്ച മോശമാ. അല്ലല്ലല്ല, എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും ഒരു ടീമിൽ തന്നെയാണോ കളിക്കുന്നതെന്നാണ്. ഫോണും കണക്ട് ആവുന്നില്ല. ചിലപ്പോ എന്തെങ്കിലും മീറ്റിംഗിലായിരിക്കും അവൻ. ഐ തിങ്ക് യു മസ്റ്റ് വെയിറ്റ്. ഓക്കെ മേമ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ എന്താ? ഇതൊക്കെ ആർക്കാ? ഇതൊക്കെ അശോകനും പ്രിയയ്ക്കും വേണ്ടിയാ. അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയോ? എന്താ ഈ പറയുന്നേ? അവർ രണ്ടുപേരും നമ്മൾ ഇഷ്ടത്തിലാകുന്ന നിനക്കറിയില്ല. സത്യമാണോ? ആ പെരുങ്കളി എന്നോട് ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല. അവൾക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. പക്ഷേ അശോക് സാർ എസ് പറഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല.
എന്തോ ഇത് കേട്ടപ്പോ വല്ലാതെ സന്തോഷം തോന്നുന്നു. അവളായിട്ട് ഈ കാര്യമെന്ന് പറയട്ടെ. ഇൻഫാക്ട് അശോകനാണെങ്കിൽ എന്റെ ലൈഫ് പ്രൊട്ടക്ട് ചെയ്ത് അവനൊരു ലൈഫുള്ള കാര്യം മറന്നിരിക്കുന്ന മട്ട. അവിടെ ഇരിക്കെ. ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആവുമ്പോ ഇതൊക്കെ കേട്ടാ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റുമോ സീത? അശോകിന് പ്രിയ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ. പ്രിയയ്ക്കും അവനെന്ന് വെച്ചാൽ അത്ര തന്നെ ഇഷ്ടമാ. അതുകൊണ്ട് എന്റെ വക ഒരു സ്മോൾ ഗിഫ്റ്റ് ഓഫ് ലവ്. അപ്പോ അവരിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടോ? നീ ഇവിടെ ഉള്ളതുകൊണ്ട് അവരിനി വരില്ല. താൻ എന്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സീത. അതിന്റെ കൂടെ തന്നെ റെസിഗ്നേഷനും കൂടെ കണ്ടപ്പോ ഞാനത് കൺഫേമും കൂടെ ചെയ്തു. അറ്റ്ലീസ്റ്റ് അവരുടെ ലൈഫെങ്കിലും ഒന്ന് കളർഫുൾ ആക്കാന്ന് കരുതി ഈ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തത്. പക്ഷെ പെട്ടെന്ന് എന്തോ ഒരു അത്ഭുതം പോലെ താൻ ഇങ്ങോട്ട് കയറി വന്നത്. താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മൈ ലൈഫ് സോ കളർഫുൾ. നിങ്ങളുടെ വീട്ടിലെ കല്യാണാലോചന നടക്കുന്നുണ്ട്, നിങ്ങൾക്കതിൽ താല്പര്യമില്ലാത്തോണ്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് അശോക് സാർ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോ നിങ്ങൾ എന്തേലും ചെയ്യുമോന്ന് ഞാൻ ആകെ പേടിച്ചു പോയി. നീ എന്നിട്ടിവിടെ എന്ന് വെച്ചാ ഡിപ്രഷൻ അടിച്ചിട്ട് അത് തലേ കയറി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നെന്ന് വിചാരിച്ചു. സീരിയസ്ലി അത് ഞാൻ റാം കളിയാക്കുവാണോ നീ? ഞാൻ എത്ര പേടിച്ചെന്ന് എനിക്കേ അറിയൂ. നീ ഇങ്ങനെ ചൂടാകുമ്പോ ശരിക്കും എന്ത് ക്യൂട്ടാന്നറിയോ? ലൈഫ് ലോങ് നീ ഇങ്ങനെ ക്യൂട്ടായിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അത് കേൾക്കാൻ ഒരു ഭാഗ്യം വേണം. നീ എന്ത് സുന്ദരിയാന്നറിയോ സീത? എന്തു പറ്റി? എനിക്കിതൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. നമ്മളിങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. യു നോ സംതിങ് സീത, എന്റെ ലൈഫിലെ എല്ലാ നിമിഷങ്ങളിലും നീ എന്റെ കൂടെ ഇതുപോലെ ഉണ്ടാവണമെന്ന എന്റെ പ്രാർത്ഥന. ഐ വാണ്ട് ടു ടോക്ക് ടു യു, ഐ വാണ്ട് ബി വിത്ത് യു, ഐ വാണ്ട് ടു സ്പെൻഡ് ഓൾ മൈ ടൈം വിത്ത് യു. എനിക്ക് നിന്നെ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയേയില്ലായിരുന്നു റാം. എന്താ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്തൊരു കാറ്റല്ലേ ഇവിടെ? ഒന്നും ക്ലിയർ ആക്കിയിട്ടില്ലല്ലോ. ഒന്നുകൂടെ പറഞ്ഞേ. മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ നീ ഇത്? ഞാൻ പറയില്ല, പോടാ. ഓ, ഞാൻ പോണോ അല്ലേ? ശരി, ഓക്കെ. ഹേ റാം, ആ പേടി നല്ലതാ. എനിക്ക് പേടിയൊന്നുമില്ല. പോകുന്നേ, നീ പൊക്കോ. ഓ, കുറച്ചു മുന്നേ അവിടെ നിന്നിട്ട് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാ, നിന്നെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പ്രഭാഷണം നടത്തിയതാരാ? എന്നിട്ടിപ്പോ പോവാൻ പറയാ. ഈ പെമ്പിള്ളേർക്ക് അല്ലെങ്കിൽ മുടിഞ്ഞ ജാടയാ. അതാ പ്രശ്നം. എപ്പോ നോക്കിയാലും ഒരു ഗ്യാപ്പ് വേണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കല്ലേ. വേറെ ഒന്നും പറയാലോ നിനക്ക്. അതുകൊണ്ടാ ഇത്തവണ ഞാൻ അങ്ങ് തീരുമാനിച്ചത്. ഞാനായിട്ടൊരു ഗ്യാപ്പ് ഇട്ടേക്കാം. ഏതു ജന്മ സ്വപ്നമായി കാത്തു നിന്നു നീ, അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമോ ഞാൻ അങ്ങനെ ചെയ്തോണ്ടല്ലേ നമ്മളിപ്പോ ഇത്ര അടുത്തത്. റാം, നിന്റെ മുത്തശ്ശൻ ഇപ്പൊ നിന്റെ കല്യാണം നടത്താൻ നോക്കുന്നുണ്ടല്ലേ? യാ, ആദ്യം അശോകിന്റെ കല്യാണം നടക്കട്ടെ, എന്നിട്ട് മതി എനിക്ക് കല്യാണം എന്നൊരു സ്ട്രിക്റ്റ് കണ്ടീഷൻ ഞാൻ വെച്ചു. എന്നാലും നിന്റെ ഫാമിലി എന്നെ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല. അവർക്കെല്ലാം എന്തെങ്കിലും ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ലേ? പക്ഷേ ഞാൻ സീത, നിനക്ക് എന്താ കുഴപ്പം? നീ അതാലോചൊന്നും ടെൻഷൻ ആവണ്ട. ഐ വിൽ ഹാൻഡിൽ ഇറ്റ്. ഓക്കെ? പക്ഷേ റാം, അതോ എന്ത്? ചാന്ദിനി മാം. സീത, ലെറ്റ് മീ മേക്ക് ഇറ്റ് വെരി ക്ലിയർ, ഓക്കെ? ചാന്ദിനി ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ. അവളെ കംപ്ലീറ്റ്ലി മറന്നതിന് ശേഷമാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നത്. എനിക്ക് അവളോട് ഒരു ഇമോഷനും ഇല്ല. പ്ലീസ് ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ഓക്കെ? മുൻപോട്ട് ഒരുപാട് സമയമില്ലേ? എന്റെയും നിന്റെയും കഥകൾ പറയാൻ ഒരുപാട് സമയം കിടക്കല്ലേ മുമ്പിൽ. വീട്ടിൽ സമ്മതിക്കുമോ, അവർക്ക് ഇത് എങ്ങനെ എടുക്കുമെന്നൊന്നും നീ ടെൻഷൻ അടിക്കേ വേണ്ട. ആദ്യം സിഹി സമ്മതിക്കണം, അതിനുശേഷം മതിയല്ല. വി ട്രസ്റ്റ് ഈച്ച് അതർ ഇൻ എനി സർക്കംസ്റ്റാൻസസ്. എനിക്ക് നിന്നെ വിശ്വാസമാണ്. ആൻഡ് എക്സ്പെക്ട് ദ സെയിം ഫ്രം യു ആസ് വെൽ. എനിക്ക് നിന്നെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ഇതിവിടം വരെ എത്തിയത്, എല്ലാം തുറന്നു പറഞ്ഞത്. ഐ നോ. 1 second, ഓക്കെ?
ഐ ലവ് യു സീത. ഐ ലവ് യു ടു റാം. ഏതു ജന്മസ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും. ഇന്നലെ മുതൽ ഞാൻ അനുഭവിച്ച ടെൻഷനും ഫ്രസ്ട്രേഷനും ഒക്കെ എല്ലാം ക്ലിയറായി. അതിന്റെ ചെലവാണ് ഈ ഐസ്ക്രീം പാർട്ടി. പിടിച്ചോ, എൻജോയ്. അല്ല പ്രഭു, ഓഫീസ് അവേഴ്സ് കഴിയുമ്പോ നമ്മളോട് ഏതോ കുന്നിന്റെ മുകളിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അതെന്തായാലും മറക്കാനായിട്ട് ഒരു വഴിയില്ല. റാമിന്റെ വാക്കെന്ന് പറഞ്ഞ നിങ്ങൾക്കത് വേദവാക്യം. എന്നിട്ട് അതൊക്കെ മറന്ന് ഇവിടെ കൂളായിട്ടിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? അത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. റാമിന്റെ അടുത്ത് ആരാണോ എത്തേണ്ടിയിരുന്നത് അവർ ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. സോ ഞാനിത് അവിടെ പോകേണ്ട ഒരു ആവശ്യമില്ല. സോ കൂളായിട്ടിരുന്ന് കഴിക്ക്. ഇത്രയും നേരം കൊണ്ട് അവരെല്ലാം സംസാരിച്ചു കാണുമല്ലേ? സീത ഇവിടെ നിന്ന് പോയ രീതി വെച്ച് നോക്കുമ്പോ മനസ്സിൽ ഇനി എന്തെങ്കിലും പിടിച്ചിരുത്താൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്റെ സീതയുടെ ലൈഫിൽ നല്ല സമയം തെളിഞ്ഞു. എനിക്കതിൽ ഒരുപാട് സന്തോഷമായി. റൈറ്റ്, എനിക്ക് ശരിക്കും അത്രയ്ക്ക് സന്തോഷമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാനും താനും തമ്മിൽ ഇഷ്ടം പറഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷമില്ലേ, അതിനെക്കാട്ടിലും ഒരുപാട് സന്തോഷം എനിക്ക് കൂടുതലുണ്ട്. സോറി, ഇങ്ങനെ പറഞ്ഞാൽ തനിക്ക് വിഷമാവില്ലെന്ന് കരുതി ഞാൻ പറഞ്ഞതാ. വിഷമായോ? എനിക്ക് വിഷമായിന്ന് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന അർത്ഥം. ഞാൻ തന്നോട് പറഞ്ഞതല്ലേ, റാം എല്ലാം ഓക്കെ ആയതിനു ശേഷം അവന്റെ ജീവിതമെല്ലാം സെറ്റ് ആയതിനു ശേഷം നമ്മുടെ കല്യാണക്കാര്യമൊക്കെ തുടങ്ങാമെന്ന്. അവൻ പക്ഷേ എന്നെക്കാട്ടിലും ഒരു ചൂട് മുന്നിലാ ഓടുന്നത്. എന്റെ കല്യാണം കഴിഞ്ഞിട്ടേ അവൻ കല്യാണം കഴിക്കുന്നുള്ളൂ എന്നാ അവൻ പറഞ്ഞത്. സോ നമ്മുടെ കല്യാണം നടക്കാൻ സമയമായില്ലേ? ഓ മൈ ഗോഡ്, നമ്മുടെ കല്യാണം ഉറപ്പിച്ചേ! ഓ എന്റെ കല്യാണം ഉറപ്പിച്ചേ! ഓ എന്റെ കല്യാണം ഉറപ്പിച്ചേ! അമ്മേ തായേ, നമ്മുടെ കല്യാണത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്നാ ഞാൻ പറഞ്ഞത്. ഇന്ന് കല്യാണം നടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് കേട്ടപ്പോ ഞാൻ ഇത്രയ്ക്ക് ഹാപ്പി ആണെങ്കിൽ നമ്മുടെ കല്യാണം ഉറപ്പിക്കുമ്പോ ഞാൻ എത്ര ഹാപ്പി ആയിരിക്കും. ഓ മൈ ഗോഡ്, ഐ ആം സോ ഹാപ്പി. എന്റെ കല്യാണം ഉറപ്പിച്ചേ! അങ്ങനെ ബഹളം ഉണ്ടാക്കാതിരിക്കെ, അതൊന്നും ഇവിടെ താങ്ങില്ല. ഓക്കെ, ഇനി എന്താ? എന്നാ നമ്മള് കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അങ്ങ് പറഞ്ഞാലോ? ഓ ശരി. പിന്നെ എന്റെ അനിയത്തി ഒന്ന് മീറ്റ് ചെയ്യണം താൻ. നാളെ ഓഫീസില്ല. ഫ്രീ ആണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ അനിയത്തിയും വിളിക്കാം. ഉറപ്പായിട്ടും ഞാൻ വരാം. ഓക്കെ, കഴിക്കും. ഓ അതിനിടയ്ക്ക് കുറച്ച് ഐസ്ക്രീം താഴെ പോയി. കുഴപ്പമില്ല. എക്സൈറ്റ്മെന്റ്. നമ്മുടെ കല്യാണം. പ്രണയത്തിന് എന്ത് ശക്തിയാണല്ലേ. ആരും കാണാതെ പൂട്ടി വെച്ച നിന്റെ മനസ്സ് തുറന്ന് നീയോട് സംസാരിച്ചില്ലേ? എന്നെ കുറിച്ച് എന്താ നീ കരുതി വെച്ചേക്കുന്നത്? ഞാൻ വെറും പ്രതിമയാണെന്നോ? അതിനെക്കാട്ടിലും കുറച്ചുകൂടെ കട്ടിയുള്ള വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൂടി ഐറ്റം ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ താൻ പറഞ്ഞത് സത്യം. കൺപീലെടുത്ത് കയ്യിൽ വെച്ച് ഊതിക്കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞില്ലേ? അത് സത്യം. അതിനിപ്പോ എന്താ ഉണ്ടായത്? നിന്നെ എനിക്ക് തരണേന്ന് വിഷ് ചെയ്തിട്ടാ ഞാനത് ഊതിക്കളഞ്ഞ്. മനസ്സിലായി? പോവാൻ സമയമായി, സിഹി കാത്തിരിക്കുന്നൊക്കെ അല്ലേ? എനിക്കെല്ലാം മനസ്സിലാവും സീത. അശോകിനെ പ്രിയെ ഒരുമിപ്പിക്കാൻ വേണ്ടി ഇതെല്ലാം അറേഞ്ച് ചെയ്തത്. എന്നിട്ട് നമ്മുടെ ലവ് സ്റ്റോറി എവിടെ സക്സസ് ആയത്? എന്ത് ചെയ്യാനല്ലേ? പോയാലോ? കം, സൂക്ഷിച്ച്. എന്തു പറ്റി? ചെരുപ്പ് പൊട്ടിയതാ. ആയുഷോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇറ്റ്സ് ഓക്കെ, ബാപ്പോ.
ഒരു മിനിറ്റ്. റാം എന്തായി കാണിക്കുന്നേ? നിനക്കിപ്പോ നടക്കാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാ. ഇല്ല കുഴപ്പമില്ല, ഇറക്ക്, ഞാൻ നടന്നോളാം. നീ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരുന്ന കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മിണ്ടാതെ അവിടെ കിടക്ക. എനിക്ക് നല്ല വെയിറ്റ് ആണ് റാം, ഇറക്ക്. ആ അത് കറക്റ്റാ. സിയെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലുണ്ട്. റാം എന്തിനാ ഇങ്ങനെ നാണിക്കുന്നേ? ഓ എന്റെ പെണ്ണിനെ എനിക്കെടുക്കാൻ പാടില്ലേ? മിണ്ടാതിരിക്കും അവിടെ. റാം എനിക്ക് കാറിന്റെ ഡോറ് തുറക്കാൻ അറിയില്ലേ? ഞാൻ തന്നെ ഓപ്പൺ ചെയ്തോളാം. ഇങ്ങനെയൊന്നും ചെയ്യില്ലേ പ്ലീസ്. ഭാവി ഭർത്താവി ഡോർ തുറന്നാൽ ഇപ്പൊ എന്താ പ്രശ്നം? നീ അങ്ങോട്ട് കേറ്. ഐ ലവ് യു സീത ആൻഡ് അറ്റ് ദ സെയിം ടൈം ഐ റെസ്പെക്ട് യു. പ്ലീസ് കം. മേമ, റാമിനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. ഇത്ര ക്ഷമയില്ലാതായാൽ എങ്ങനെയാ? അവൻ നിനക്ക് വേണ്ടി 3 വർഷം കാത്തിരുന്നതാ. നിനക്ക് ഒരല്പം പോലും കാത്തിരിക്കാനാവുന്നില്ലേ? ഓക്കെ, നിനക്ക് പറ്റില്ലെങ്കിൽ പോവാട്ടോ. അങ്ങനെയല്ല മേമ, അറ്റ്ലീസ്റ്റ് വീട്ടിലേക്ക് വരുമോ ഇല്ലയോ എന്നെങ്കിലും ഒന്ന് അറിഞ്ഞാ മതിയായിരുന്നു. ഞാൻ അശോക് ഫോണിൽ പറയുന്നത് കേട്ടതാ. റാം ഇന്ന് ഫുള്ള് വീട്ടിൽ തന്നെ ഉണ്ടാവുമെന്നാ പറഞ്ഞത്. ബട്ട് അവൻ എങ്ങോട്ട് പോയതായിരിക്കും? അവൻ അങ്ങനെ പറഞ്ഞു. സീത, നമ്മൾ നിന്റെ വീട്ടിലെത്തി. പക്ഷെ നിന്നെ പറഞ്ഞയക്കാൻ എനിക്ക് തോന്നുന്നേ ഇല്ല. പക്ഷെ എനിക്കറിയാം നിനക്ക് പോയേ പറ്റുമെന്ന്. ഞാൻ വീട് വരെ വന്നോട്ടെ? ഞാൻ പോയിക്കോളാം പ്ലീസ്. എന്താ പേടിയുണ്ടോ നിനക്ക്? പേടിയൊന്നുമില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോന്ന് മാത്രം. ആരെന്ത് പറയാനാ സീത? നീ ഇങ്ങനെ സീത എന്ന് വിളിക്കുമ്പോ അതെത്ര സ്വീറ്റ് ആണെന്ന് അറിയോ റാം? എന്താ എന്തു പറ്റി? എന്തെങ്കിലും ഒന്ന് പറ. അല്ല, എന്റെ പേര് ഇതുവരെ ആരും ഇത്ര സ്വീറ്റ് ആയിട്ട്, ഇത്ര സ്പെഷ്യൽ ആയിട്ട് ആരും വിളിച്ചിട്ടില്ല. ഹലോ മേഡം, നിന്റെ പേര് പോലെ എന്റെ പേരും പുരാതനമാണ്, ശ്രീറാമെന്ന്. ബട്ട് ഐ സ്റ്റിൽ ലൈക്ക് ഇറ്റ്. പക്ഷെ എനിക്ക് എപ്പോഴും നിന്റെ നാവ് കൊണ്ട് നീ എന്നെ റാമെന്ന് വിളിക്കില്ലേ, അത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് എനിക്ക്. അതിന്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ സ്മൈൽ, അത് മതി എനിക്ക്. പോറാം. സോ നൗ ടെൽ മീ, ആരെന്ത് പറയാനാ? അവരെന്നെ കുറിച്ച് പറയുന്നതൊക്കെ എനിക്ക് ശീലമായതാണ്. പക്ഷെ അവര് നിന്നെ കുറിച്ച് പറയില്ലേ, അതെനിക്ക് ഒട്ടും സഹിക്കാൻ കഴിയില്ല. ആദ്യം അവരെന്തു പറയുമെന്ന് പറ സീത. അത് നമ്മൾ രണ്ടാൾക്കിടയിലും എന്തോ ഉണ്ടെന്നുള്ള രീതിയിൽ സംസാരിക്കും. അതും ഇതും ഒന്നുമല്ല സീത, ഇറ്റ്സ് പ്യുവർ ലവ്. ഇത് അടുത്ത് തന്നെ എല്ലാവരും അറിയാനുള്ളതല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ? ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഈ പേടി, സങ്കടം, ടെൻഷൻ ഇതൊന്നും നമ്മുടെ തലയിലേക്ക് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഐ എം ഓൾസോ ദേർ ഫോർ യു. രാമൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ആ രാമൻ മാത്രമല്ല, ഈ രാമനും. താങ്ക് യു റാം. താങ്ക് യു ഫോർ എവ്രിതിങ്. എന്നാ പോകാൻ നോക്ക്, വീട്ടിലെല്ലാരും കാത്തിരിക്കുന്നുണ്ടാവും. യാ, ഇറ്റ്സ് ഓക്കെ. എന്തായാലും നീ ഇപ്പൊ ചെല്ല. ഏയ് ഞാൻ സിഹിയെ ഒന്ന് കാണട്ടെ. റാം പ്ലീസ്, വിഷമമൊന്നും തോന്നല്ലേ. രാവിലെ വരാവോ പ്ലീസ്? ഇറ്റ്സ് ഓക്കെ. എന്നാ ഞാൻ പിന്നെ ഒരിക്കൽ വരാം. ഏയ് വെയിറ്റ് വെയിറ്റ്, ഒരു മിനിറ്റ്.
പ്ലീസ് നെക്സ്റ്റ് ടൈം ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഇനി എത്ര കാലം എന്ന് വെച്ചാ ഈ എന്തോ പോലെ എന്നൊക്കെ? സീത, ഐ ആം യുവേഴ്സ്, യു ആർ മൈൻ. ഈ ഫോർമാലിറ്റി ഒന്നും നമുക്കിടയിൽ വേണ്ട. ഓക്കെ? എക്സ്ക്യൂസ് മീ. One second. Okay, Ram. Good night. Good night, Sita. Careful. You too. Sita? Shall I? Ram. ഏതു Bye. സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ മനസാകയായി വിരിയുമ്പോൾ മഴവിൽ പൂക്കുമ്പോൾ ഹൃദയവാതിൽ സീത, താങ്ക് യു സോ മച്ച്. എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാ, പക്ഷെ ദൈവം എന്നും എന്റെ കൂടെയുണ്ട്. എനിക്ക് നിന്നെ തന്നില്ലേ? ഐ കാണ്ട് എക്സ്പ്രസ് വാട്ട്സ് ഗോയിങ് ഇൻ മൈ മൈൻഡ്. ഐ എം സോ ഹാപ്പി ടുഡേ.